റെയിൽവേ ഉദ്യോഗസ്ഥരുടെ കള്ളക്കേസ് പൊളിച്ചടുക്കി കോടതി. ഈ വൃദ്ധയ്ക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് കോടതി കയറ്റുകയായിരുന്നു RPF. തുടർന്ന് ഈ വക്കീലിൻ്റെ സഹായത്തോടു കൂടി കേസ് വാദിക്കുകയും RPF ഉന്നയിച്ച പരാതി വ്യാജമാണെന്ന് വരികയും ഈ വൃദ്ധയെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. റെയിൽവേ ലൈനിൽ, റെയിൽവേ സ്റ്റേഷനിൽ 12 മണിക്ക് ശേഷം ചില ടിക്കറ്റുകൾ കൊടുക്കുന്നതല്ല. അപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തവർ ഇരിക്കാനായി സ്റ്റേഷൻ മാസ്റ്ററുടെ അനുമതിയോടുകൂടി ഇതിൻ്റെ ട്രെയിൻ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് ഇരിക്കാറുണ്ട്. ഇങ്ങനെ ഇരുന്ന ഈ വൃദ്ധയെ RPF ഉദ്യോഗസ്ഥന്മാർ വന്ന് വലിച്ച് ഇഴയ്ക്കുകയും ബാഗ് തട്ടിപ്പറിച്ച് വലിച്ചെറിയുക ഉണ്ടായി. തുടർന്ന് ഈ വൃദ്ധ അവരെ തന്നെ ആക്രമിച്ചെന്ന് കള്ളക്കേസുണ്ടാക്കുകയും പിന്നീട് പലതവണ കോടതി കയറ്റുകയും ഈ വൃദ്ധ ഒരു വക്കീലിനെ വയ്ക്കുകയും വക്കീൽ മുഖാന്തരം വാദിക്കുകയും RPFൻ്റെ കള്ളത്തരം പുറത്ത് വരികയും ചെയ്തു വെറുതെ വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം ഉപദ്രവകാരിയായിട്ട് മാറുക. സ്റ്റേഷൻ മാസ്റ്ററുടെ അനുമതിയോടുകൂടിയാണ് താൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും RPF ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല. ടിക്കറ്റ് ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഈ വൃദ്ധ പരാതി കൊടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതുപോലെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട് വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുക. എന്തു പറഞ്ഞാലും കേൾക്കില്ല, അവർ പറഞ്ഞതാണ് ശരി. ചില ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയാണ്. അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാണ് ഈ ലോകം ഭരിക്കുന്നതെന്ന ചിന്തയാണ് അവരുടേത്. ഒരു ദാക്ഷിണ്യവും ആരോടും കാട്ടുകയുണ്ടാവില്ല. ഇതുപോലെ കള്ളക്കേസ് കൊടുക്കുകയും അവിടെ സാക്ഷി പറയാനായിട്ട് സ്ഥിരം ഒരാൾ 1-2 പേര് ഉണ്ടാവുകയും ചെയ്യും. ഇത് അവരുടെ സ്വഭാവമായിട്ടാണ് വരുന്നത്. ഇതാണ് പൊളിച്ചടക്കിയത് കോടതി.